മാളാക്ക് വരുന്നുണ്ടല്ലോ, മൂപ്പർക്ക് പനിയും ചുമണെന്നൊക്കെ പറഞ്ഞു. അയാൾക്ക് പനിയാണ്, 2 ദിവസമായി അയാൾക്ക് പനി തുടങ്ങിയിട്ട്. ഇയാൾ എന്തിനാ ഇങ്ങോട്ട് വെഞ്ഞൂത്തി വരാൻ നിൽക്കണത്? നമുക്ക് നാളെ ഡ്യൂട്ടി ഇല്ല. ഇനി അയാളെ പനി നമ്മക്കെങ്ങാനും പകരുമെന്നാവും. ഇയാൾ പറഞ്ഞതും കേൾക്കൂല. അത് പ്രായമായ ആളല്ലടാ, നീ ഒന്നും പറയാൻ നിൽക്കുന്ന മൂപ്പര്. ഇതൊന്നും മുണ്ടാണ്ടിരുന്ന അയാളോട് പറയണം. അയാളോട് ഒതുങ്ങിയിരിക്കൂല റൂമിൽ. അതാ അയാളുടെ പ്രശ്നം. നമുക്ക് നാളെ ഡ്യൂട്ടി ഉള്ളതല്ലേ. കട്ട ഒരു കാര്യം നിങ്ങളൊന്നും പറയണ്ട. നിങ്ങൾ എന്തിനാ മാളെ വെരിഞ്ഞു കയറി ഇങ്ങോട്ട് പറഞ്ഞു? നിങ്ങൾക്ക് പനിയല്ലേ, ഒരു 10 ഒതുങ്ങി കടന്നൂടെ നിങ്ങൾക്ക്? ഞങ്ങൾക്കൊക്കെ ഡ്യൂട്ടി ഉള്ള ആൾക്കാരാണ്. ഇപ്പോഴത്തെ പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകർച്ചപ്പനിയാണ്. അതുകൊണ്ടാണ് പറയുന്നത്. നിങ്ങൾക്ക് ഇത് പറഞ്ഞാൽ മനസ്സിലാകാത്തത്. എടാ, ഞാൻ 2 ദിവസമായി പനി പിടിച്ച് കിടക്കണ റൂമിൽ. ഡോക്ടറെ അടുത്ത് പോയിരുന്നു. ഗുളിക എഴുതി തന്ന് ഒരു ഗുളിക കിട്ടിയില്ല. അതൊന്ന് വാങ്ങിത്തരാൻ പറയാൻ വേണ്ടിയാ നിങ്ങളുടെ അടുത്ത് വന്നത്. നിങ്ങളോടല്ലാണ്ട് ആരോടാ പറയാ? എനിക്ക് വണ്ടി ഓടിച്ച് പോകാൻ വയ്യാത്തതുകൊണ്ടാണ്. ഇനി നിങ്ങളെ ബുദ്ധിമുട്ടിക്കുള്ളതാണ്. ഞാൻ വേറെ ആർക്കെങ്കിലും പേടിപ്പിച്ചു. മൂപ്പരോട് അങ്ങനെ പറയേണ്ട കാര്യം ഉണ്ടായില്ല കേട്ടോ. ചേടോ, എനിക്ക് കേട്ടപ്പോ ആകെ സങ്കടമായി. നമുക്ക് മൂപ്പരെ വിളിക്കാം. മാളെ, മാളെ, ഞാൻ അറിയാതെ പറഞ്ഞതാണ്. സോറി. എന്റെ എടുത്തുചാട്ടാണ് എല്ലാത്തിനും കാരണം. നിങ്ങളാ ലിസ്റ്റ് അടിക്കാം. ഞാൻ മരുന്ന് മേടിച്ചു തരാം മാളെ. ഇവിടെ നമുക്കിത് പോയി മേടിച്ചോളൂ. ഞങ്ങളിത് മേടിച്ചിട്ട് വരാട്ടാ.